സാറേ ഇല്ലല്ല ഷൂട്ടിങ്ങിലാണ് സംഭവേ. നട്ടപ്പാതിര 1:26 സമയം കേട്ടോ, ആണ്. സഫാരി കാർസിൻ്റെ രാത്രി കാഴ്ചകൾ ചിലപ്പോൾ നിങ്ങൾ അധികം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ കണ്ടെങ്കിൽ വിശാലമായി സൈലൻ്റായി കിടക്കണ സഫാരി കാർസിൻ്റെ യാർഡാണ്. നമ്മളെ വണ്ടികളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഈ യാർഡ്ക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. ഇങ്ങനെ ഒന്ന് ഒരു 5 മിനിറ്റ് മുണ്ടാന്നാ കാണാൻ നിങ്ങൾക്ക്. വെറും ചീവീടുകളെ സൗണ്ടും നാച്ചുറൽ സൗണ്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. രാവിലെയൊക്കെ ആകെ കോളികളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ആരും ഇല്ലാതെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ വരുമ്പോഴേ പ്രത്യേകിച്ച് വണ്ടികളൊന്നും ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഇപ്പോൾ കാണിച്ചു തരാം. ഒരു സ്പെഷ്യൽ സംഭവം കാണിക്കാനാണ് വന്നത്. കാരണം ഇന്ന് ഇങ്ങനെ ഒരു വണ്ടി വന്നിക്കണമെന്ന് ഹംദ വിളിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ കാണിക്കാമെന്ന് കരുതി. നാളെ ഞാൻ വേറെ വഴിക്ക് പോവുകയാണ്, അപ്പോൾ ഇനി വൈകണ്ടെന്ന് കരുതിയിട്ട് ഇന്ന് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഏതാ വണ്ടി എന്നല്ലേ ഇപ്പോൾ കാണിച്ചു തരാം. ലൈറ്റ് ഓൺ. വാ, എങ്ങനെയുണ്ട് സെറ്റപ്പ്? ലൈറ്റ് ഓൺ ആയപ്പോൾ നിങ്ങൾ കണ്ടോ? ഇതാ കിടക്കണം മുതൽ. വാ, നമ്മളിവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി വെച്ചേക്കാണ്. ഇതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന മുതൽ. ഏതാണെന്നല്ലേ, BMW 3 സീരീസ് വേരിയൻറ്റിന് ശേഷം ഏറ്റവും കൂടുതൽ BMW വിറ്റഴിക്കപ്പെട്ട മോഡലാണ് BMW 5 സീരീസ്. ഈ വണ്ടി BMW 5 സീരീസ് നമ്മുടെ ചാനലിൽ തന്നെ ഒട്ടനവധി വാഹനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തി. എന്താ ഇപ്പോൾ ഇതിന് പ്രത്യേകത നിങ്ങൾ കരുതുന്നുണ്ടാവും. ഇത് 2017 മോഡലാണ്. 17 മോഡലാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. വണ്ടി ഓൺലി 16,000 കിലോമീറ്ററേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പുതുപുത്തൻ പോലത്തെ ഒരു BMW 5 സീരീസ് ഇത്ര ലോ കിലോമീറ്ററിൽ വന്നപ്പോൾ അധികം വൈകാതെ തന്നെ നിങ്ങളെ കാണിക്കാൻ കരുതി വന്നതാണ്. 2017 മോഡലിൽ വന്ന BMW ആണ് ഈ ഒരു വാഹനം. BMW 520D എന്ന് പറയുന്ന വേരിയൻറ്റ് ലക്ഷറി ലൈനിൽ വരുന്ന വാഹനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ ജസ്റ്റ് റിവ്യൂ ആണ്. ഇതിൻ്റെ സെയിലിനുള്ള വിശേഷങ്ങളും പാടെ ഉൾപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക. ഈ രാത്രി സമയത്തായതുകൊണ്ട് നമ്മൾ രസമായിട്ട് ചെയ്തതാണ്. ഈ ഒരു വാഹനമല്ലേ, കാണേണ്ട വാഹനം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഇതിൻ്റെ ഡ്രൈവിങ്ങും കാര്യങ്ങളും പിന്നെ BMW 5 സീരീസിനെ പറ്റി നമുക്കറിയാവുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മളേ ഇതിൻ്റെ കിലോമീറ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ആരെ വരുന്നത്, നമ്മളെ പോലീസ് ഓഫീസർമാർ വരുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഒന്ന് ചെന്നോട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. പോലീസുകാരാണ്. കാരണം നമ്മൾ രാത്രി യാർഡ് ഓപ്പൺ അല്ലല്ലോ, അപൂർവമായിട്ട് ഓപ്പൺ ആക്കുമ്പോഴേ ചിലപ്പോൾ അവർ പെട്രോളിങ്ങിന് ഇറങ്ങിയ കാരണം. സാറേ ഇല്ലല്ല ഷൂട്ടിങ്ങിലാണ്. ഞങ്ങൾ രാത്രി, പകൽ ഫുള്ള് തിരക്കല്ലേ, അപ്പോൾ രാത്രിയൊക്കെ ഷൂട്ടിങ് ചെയ്ത് സാറേ പെട്രോളിങ്ങിന് ഇറങ്ങിയ. ശരി സന്തോഷം. താങ്ക് യു സാർ. ഓക്കെ. അപ്പോൾ നമ്മൾ പോലീസ് ഓഫീസർമാർ സാറന്മാർ പോയിട്ടുണ്ട്. അതെന്താ സംഭവം എന്നോ, നമ്മൾ എന്നും പതിവില്ലാതെ ഈ നട്ടപ്പായ സമയത്ത് ഇവിടെ ഇങ്ങനെ ലൈറ്റും ഒച്ചിമ്പുളിയൊക്കെ കണ്ടപ്പോഴേ പെട്രോളിങ്ങിലുള്ള സാറന്മാരാണ്. അപ്പോൾ അവർ കയറി അവരന്വേഷിച്ചതാണ്. ഇപ്പോൾ നമ്മളെ പോലീസ് ഓഫീസർമാരെയൊക്കെ ശരിക്ക് നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കും, റെസ്പെക്റ്റ് ചെയ്യും ഒക്കെ വേണം. കാരണം അവരിവിടെ വന്ന് എന്താ കാര്യം എന്ന് ചോദിച്ചു പോയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ആവുകയാണ് ചെയ്തത്. കാരണം ചില ആളുകളുണ്ടാവും നമ്മളെ ഷോറൂമിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർ വന്നാണ്ട് ഏതാ ചോദിക്കാൻ എന്നൊക്കെ ചില രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. നമ്മൾ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളൊക്കെ വീട്ടിൽ പോയി എന്നും കടന്നുറങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ വീഡിയോ ഓഫാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം സാറന്മാരോട് സംസാരിച്ചപ്പോൾ എന്നും ഇതിലെ പെട്രോളിങ് ഉണ്ട്. എന്നും ഈ സമയത്ത് നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഈ 1 മണി 2 മണിൻ്റെ ടൈമിൽ ഇപ്പോൾ 1:45 സമയം എന്നും ഇതിലെ പെട്രോളിങ്ങിന് പോകുമ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് കണ്ടപ്പോൾ അവരെന്താണ് ചെക്ക് ചെയ്യാനാണ് കയറിയത്. അപ്പോൾ എന്നും നമ്മളെ ഷോറൂമിനാണെങ്കിലും നമ്മുടെ നാട്ടിലൂടെ അല്ലെങ്കിൽ നമ്മുടെ റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങൾക്കാണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ എത്രയോ വീടുകളുണ്ട്, അവർക്കൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ആപത്തുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ രാത്രി ഉറക്കമൊഴിച്ച് അവരുടെ ജോലി
കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് നമുക്കൊക്കെ നമ്മളെ വീട്ടിൽ സമാധാനമായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം നമ്മളെ സ്ഥാപനമാണെങ്കിലും നമ്മളെയാണെങ്കിലും നമ്മളൊക്കെ നന്മക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ നട്ടപ്പാതിരക്കും ജോലി ചെയ്യുന്നത്. അപ്പോൾ കേരള പോലീസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്ര നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടിലുള്ള കേരള പോലീസാണെങ്കിലും പോലീസ് ഓഫീസർമാരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലാണെങ്കിലും പിന്നെ നമ്മളെ കുടുംബത്തിലാണെങ്കിലൊക്കെ സുഖമായിട്ട് കടന്നുറങ്ങുന്നതും നമ്മളൊക്കെ സമാധാനമായിട്ട് ബിസിനസ് ചെയ്യണതൊക്കെ അപ്പോൾ അവരുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുമാടൊന്ന് അപ്രതീക്ഷിതമായി സംഭവിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചതാണ്. ഇപ്പോൾ വന്നത് നമ്മളെ കരുവാരകുണ്ടത്തെ പോലീസ് ഓഫീസർമാരാണ്. ഇന്ന് രാത്രി പെട്രോളിങ്ങിലുള്ള ഓഫീസർമാരാണ്. അവർക്ക് പ്രത്യേക നന്ദി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഷോറൂം അവരെ കണ്ണിലുണ്ടല്ലോ. കാരണം നമ്മളിവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അവരുടെ കണ്ണുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കിട്ടലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ ഒന്ന് ആദ്യം നിങ്ങളെ കാണിക്കാം. ഇത് കീയിലെ സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ BMW 5 സീരീസിൻ്റെ കീ വരുന്നത്. നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എൻജിൻ ബട്ടൺ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നിഷൻ ഓണാവും. ഇപ്പോൾ മീറ്ററൊക്കെ ഓണായി വന്നു. അപ്പോൾ നമുക്കിവിടെ നമ്മളിവിടെ കാണിക്കും ഇത് കിലോമീറ്റർ എത്രയാണ് ആയിട്ടുള്ളതെന്ന്. ഇനി ജസ്റ്റ് നിങ്ങളെ കാണിക്കുക. ഇതാണ്ടോ കേട്ടോ, ഇതാണ്ടോ 16,943 കിലോമീറ്ററേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് ഈ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ജെന്യൂൻ കിലോമീറ്ററാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഇന്ന് സ്റ്റോക്കിൽ വന്ന വാഹനമാണ്. ഒരു കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലിന് നമ്മൾ ഏൽപ്പിച്ചതാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് BMW 5 സീരീസ് 2017 മോഡൽ ഈ വെറും 17,000 കിലോമീറ്റർ പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം ഒരുപാട് ആളുകൾ ചിന്തിക്കുക. അതിനെ തെറ്റിദ്ധരിക്കേണ്ട. തീർച്ചയായിട്ടും ഇത് ഒറിജിനൽ കിലോമീറ്ററാണ്. കിലോമീറ്റർ തിരിച്ചതാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേപോലെ ഹിസ്റ്ററി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററി ചെക്ക് ചെയ്താലും ഹിസ്റ്ററിയിൽ ഇല്ലെങ്കിലും കിലോമീറ്റർ തിരിച്ചതാണെങ്കിൽ പ്രത്യേകിച്ച് BMWൻ്റെ ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആവിധ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ പറ്റും. അപ്പോൾ ഈ 2017 മോഡൽ BMW 5 സീരീസിൻ്റെ ഇൻറ്റീരിയറിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. എന്തോ വൃത്തി, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ വണ്ടി ഉള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കംപ്ലീറ്റ് ഭാഗം നിങ്ങളെ കാണിക്കാം. ഇനി നമുക്ക് BMWൻ്റെ 5 സീരീസിനെ പറ്റി കുറച്ച് നേരം നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ BMW 5 സീരീസിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോഴേ മൊത്തം ഇപ്പോൾ 8 തലമുറ വാഹനങ്ങളാണ് BMW 5 സീരീസിനെ പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ തന്നെ ആദ്യ തലമുറയെ BMW അവതരിപ്പിച്ചത് 1972 അവതരിപ്പിച്ചത്. 1972 മുതൽ 1981 വരെ ഒരേ മോഡലിൽ ഒരേ ജനറേഷനിൽ ഫസ്റ്റ് തലമുറ പുറത്തിറങ്ങി. ആ വണ്ടിയൊക്കെ ഇപ്പം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ 10 ഇരട്ടി വിലയേക്കാരം. അതൊക്കെ അത്രത്തോളം വിൻറ്റേജ് ഇനത്തിലൊക്കെ മ്യൂസിയത്തിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അതിനുശേഷം രണ്ടാമത്തെ ജനറേഷൻ വാഹനം വന്നത് 1981 മുതൽ 1988 വരെയാണ്. ഈ 280 എന്നുള്ള നാമത്തിലായിരുന്നു ആ ഒരു വാഹനം പുറത്തിറങ്ങിയത്. അതിനുശേഷം മൂന്നാമത്തെ തലമുറ BMW പുറത്തിറക്കിയത് ഈ 34 എന്ന നാമത്തിലായിരുന്നു. ആ ഒരു വാഹനം 1988 മുതൽ 1996 വരെയാണ് ആ വാഹനം പുറത്തിറക്കിയത്. അതിനുശേഷമാണ് നാലാം തലമുറ ഈ 39 എന്നുള്ള പേരിൽ 1995 മുതൽ 2004 വരെ പുറത്തിറങ്ങി. അതിനുശേഷം 2003 മുതൽ അല്ലെങ്കിൽ 2004 മുതൽ 2010 വരെ E60 ആ ഒരു വാഹനമൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്തരം വാഹനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സെയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ E60 എന്ന മോഡൽ വന്നത് 2003 മുതൽ 2010 വരെയാണ്. അതിനുശേഷം ആറാമത്തെ തലമുറ വാഹനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന 2010 മുതൽ 2017 വരെ BMW പുറത്തിറക്കിയ BMW 520D ആണ് ഈ ഒരു വാഹനം. അതിനുശേഷം ഏഴാം തലമുറ 2017 മുതൽ 2024 വരെ വന്നു. 24 8ാം തലമുറയും വന്നു. അങ്ങനെ 8 ജനറേഷൻ 5 സീരീസിനെയാണ് BMW അവതരിപ്പിച്ചത്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് 2017 മോഡലിൽ വന്ന വാഹനമാണ്. ഈ BMW 5 സീരീസിനെ ഇപ്പോൾ ഒട്ടനവധി ആളുകളാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു വാഹനം 2017 ഇത് 2010 മുതൽ ഈ 2017 വരെ ഒരേ ഷേപ്പിലാണ് വാഹനം നമുക്ക് കാണാൻ കഴിയുക. 11, 12, 13 ശേഷം ചെറിയ രീതിയിലുള്ള ഫേസ് ലിഫ്റ്റ് വാഹനത്തിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 2010, 11 വാഹനങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ 2020, 2021 മോഡൽക്കൊക്കെ ഒരുപാട് ആളുകൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഈ ഒരു വാഹനത്തിനെ BMW 5 സീരീസിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ്ങിന് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്നൊരു മോഡലാണ് BMW 5 സീരീസ്. ഓടിക്കാൻ അത്രത്തോളം കംഫർട്ടാണ്, അത്രത്തോളം പവർഫുള്ളാണ്. ഇന്ന് യാത്രാ കംഫർട്ടോ യാത്രക്കും അടിപൊളിയാണ്. അതിലുപരി ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് ഒട്ടനവധി ഫീച്ചേഴ്സാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ ഈ വാഹനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മൾ പറയില്ലേ വാല്യൂ ഫോർ മണിയാണ്, കൊടുക്കുന്ന പൈസക്കുള്ള മുതൽ ഈ വണ്ടിയുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനമേ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 10-55 ലക്ഷം രൂപേൻ്റെ മുകളിൽ വില വന്നിരുന്നൊരു വാഹനം കൂടിയായിരുന്നു ഈ ഒരു വാഹനം. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഒന്ന് പെട്ടെന്ന് ഓടിച്ച് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് എങ്ങനെ ഉണ്ടോ നിങ്ങൾ, ഒരു കിടിലൻ ലുക്ക്. വണ്ടി കണ്ടാൽ പുതിയ വണ്ടിയല്ല എന്ന് ആരും പറയില്ല. അത്രത്തോളം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു വാഹനം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് കണ്ടെങ്കിൽ BMW യുണീക്ക് ഗ്രില്ലാണ്. അതേപോലെ ഇവിടെ ഒരു BMW ഒരു കിടിലം ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബമ്പറിൽ സെൻസർ കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ഹെഡ്ലൈറ്റ് വാഷറാണ് ഈ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നമുക്ക് ഹെഡ്ലൈറ്റിൽ അടിച്ചിട്ട് ഹെഡ്ലൈറ്റ് ക്ലീൻ ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും. മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതേപോലെ ഇതിൻ്റെ BMW അലോയ് വീലാണെങ്കിൽ BMW ലോഗോയോട് കൂടി വന്ന ഒരു കിഡിലൻ അലോയ് വീലും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ വീലിൻ്റെയും ടയറിൻ്റെയും സൈസ് വന്നിട്ടുള്ളത് 18 ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ഈ സൈഡിൽ ലക്ഷറി എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങളെ കാണിക്കാം. ഇത് നമ്മളെ കീല് ഇപ്പോൾ വണ്ടീൻ്റെ ഗ്ലാസ് സൺറൂഫ് ഒക്കെ ലോക്കായി ഫുള്ള് ക്ലോസ് ആയി കിടക്കുകയാണ്. ഇത് നമുക്ക് ഫുള്ള് ഒരുമിച്ച് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടനവധി പ്രീമിയം വണ്ടിയിലുണ്ട്. ജസ്റ്റ് ഈ വീഡിയോയിൽ നിങ്ങളൊന്ന് കാണിക്കാമെന്നുള്ളൂ. ഈ അൺലോക്ക് ബട്ടൺ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇതാണ്ടോളൂ കേട്ടോ, 4 വിൻഡോയും ഇപ്പോൾ ഒരുമിച്ച് താഴ്ന്നു. അതിനുശേഷം ഇതാണ്ടോ സൺറൂഫും ഓട്ടോമാറ്റിക്കലി ഇത് തുറയും. ഈ ഫംഗ്ഷൻ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഒരുവിധ സെൻസർ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നും കൂടി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. എന്തെങ്കിലും സെൻസർ ട്രബിളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്യാത്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേപോലെ നമ്മൾ ഈ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ 4 മിറർ ഫോൾഡായി, അതോടൊപ്പം തന്നെ 4 വിൻഡോസും ക്ലോസായി. അതിനുശേഷം ഇതാ സൺറൂഫും ക്ലോസായി. ഇതെങ്ങനെയുണ്ട് ഈ ഓപ്ഷൻ? ഈ ഫീച്ചർ ഇപ്പോൾ നമുക്ക് ഒരുവിധം ഒട്ടനവധി ചെറിയ വാഹനങ്ങളിൽ പോലും ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ BMW ഒരു യുണീക്ക് ഫീച്ചർ തന്നെയാണ്. അതിനുശേഷം ഇത് നമ്മളിങ്ങനെ പുറകോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഇവിടെ നമുക്ക് 520D എന്നുള്ളൊരു കിടിലം ബാഡ്ജിങ് കാര്യങ്ങൾ ഒക്കെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെയും BMW ഒരു ലോഗോ കാണാൻ പറ്റും. ബാക്ക് ബമ്പറിൽ നമുക്ക് സെൻസറിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ കണ്ടെങ്കിൽ 2 എക്സോസ്റ്റ് കാണുന്നുണ്ട്. 520 ഓടിക്കാൻ ഭയങ്കര രസമുള്ള വണ്ടി കേട്ടോ. ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം നിങ്ങൾ, അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കിലോമീറ്റർ കമ്മി ഇല്ല ഓടിയ വണ്ടി ഏത് ഭാഗം കൊണ്ട് നോക്കുമ്പോഴും ഇതാരും 2017 ആണെന്ന് പറയില്ല. പുതുപുത്തൻ വണ്ടിൻ്റെ കണ്ടീഷനാണ് നമ്മളിത് ഏത് ഭാഗം കൊണ്ട് നോക്കുമ്പോഴും. ഈ സ്പെയർ വീലൊന്നും തൊട്ടിട്ടില്ല, കാരണം തൊടേണ്ട ആവശ്യമല്ല. പിന്നെ ഈ സ്പെയർ വീല് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വാഹനത്തിലുള്ള 18 ഇഞ്ച് വീലല്ല വരിക. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അധീനം പിടിച്ചാലുള്ള വീല് സൈസ് കമ്മിയുള്ള വീലാണ് ഈ ഒരു വാഹനത്തിലുണ്ടാവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡീസൽ കപ്പാസിറ്റി വന്നിട്ടുള്ളത് ഏകദേശം 65 ലിറ്ററാണ് ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 5 സീരീസിൻ്റെ. പിന്നെ ഇതിൻ്റെ മൈലേജ് പറയുന്നത് കമ്പനി ഏകദേശം 18-20 കിലോമീറ്റർ മൈലേജ് അവകാശപ്പെടുന്നുണ്ട്. നമ്മളൊരു നോർമൽ ഡ്രൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു 15-16 കിലോമീറ്റർ എന്തായാലും 520ക്ക് ഡീസലിന് മൈലേജ് ലഭിക്കുന്നതാണ്. ഇതിൽ തന്നെ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. പെട്രോൾ എഞ്ചിൻ വരുമ്പോൾ 520D എന്നുള്ള സ്ഥലത്ത് 520i വരും. 530 വരിക, 20-ലല്ല വരിക, 530iലാണ് പെട്രോൾ എഞ്ചിൻ വരുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റി പറയാനുള്ളത്. അത്യാവശ്യം ഡീസലിന് മൈലേജ് വേണമെന്നുള്ള ആളുകൾക്ക് ഈ വാഹനം പറ്റും. ഡ്രൈവിംഗ് കംഫർട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും പറ്റും, യാത്രാ കംഫർട്ട് ഉള്ളവർക്കും പറ്റും. പിന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും BMW 520ൻ്റെ കാര്യത്തിൽ അത്യാവശ്യം മെയിൻ്റനൻസ് കമ്മിയുള്ളൊരു മോഡൽ കൂടിയാണ് BMW 520. ഇനി നമുക്ക് ഈ ഒരു വാഹനം ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അതിന് മുന്നേ ഇതിൻ്റെ എൻജിൻ റൂമും കൂടെ ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇതാണ് ഞങ്ങൾ എൻജിനിൽ നമുക്ക് ടിൻ പവർ ടർബോ എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റും. BMW ഒരു ബാഡ്ജിങ്ങും കാണാൻ പറ്റും, ലോഗോയും കാണാൻ പറ്റും. ഇത് നമ്മൾ വൃത്തിയാക്കിയതൊന്നുമല്ല, ഈ വാഹനം വന്ന അതേ പാടുള്ള എൻജിൻ റൂമാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂമും അല്ലെങ്കിൽ എൻജിൻ ബേയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ വാഹനം ഓടിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് BMW കീ വരുന്നത്. ഇതുണ്ടോ, കീയിലെ സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു കീയും പാടുണ്ട് കേട്ടോ, കാണാത്തവർക്ക് വേണ്ടി കാണിക്കാം. ഇതുണ്ടോ,
ഇങ്ങനെ കീ ഉണ്ട്. അഥവാ അതിൻ്റെ ഉള്ളിലത്തെ ബാറ്ററി കയ്യേ എന്തെങ്കിലും തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഓപ്പൺ ആക്കാനും കാര്യങ്ങൾക്കൊക്കെ ഈ കീ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ. ഇതേപോലെ നമുക്ക് ഉള്ളിലോട്ട് പ്രസ് ചെയ്യുക. ഇവിടെ ഒരു ബട്ടൺ കിട്ടും, കാണൂല നമ്മൾ. അപ്പോൾ അതിൽ പ്രസ് ചെയ്താൽ അത് ഇതേമാതിരി നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ ഉണ്ട്. ഈ അൺലോക്കിൻ്റെ കാണും ലോക്ക് നമുക്ക് ഈ BMW ലോഗോ ആണ് വന്നിട്ടുള്ളത്. ചില ആളുകൾ ഇതിന്മേൽ ലോക്കിൻ്റെ ബട്ടൺ എവിടെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ലോക്ക് ബട്ടൺ. ഇത് നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള ബട്ടണുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ വണ്ടിയിൽ കീ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കണ്ട് 2 കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ചാൽ ഇവിടെ യാതൊരുവിധ കപ്പ് ഹോൾഡറിൻ്റെ ബോറുമില്ല. അപ്പോൾ ഇത് കീല സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എൻജിൻ ബട്ടൺ ഉണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് പ്രസ് ചെയ്താൽ ഈ വാഹനം സ്റ്റാർട്ടായി. ജസ്റ്റ് BMW 5 സീരീസ് ഓടിക്കാത്തവർക്ക് വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് കാണിക്കുക. ഇതാണ് ഇതിൻ്റെ ഗിയർ നോബ് വന്നിട്ടുള്ളത്. ഇതിലേ ജസ്റ്റ് നമ്മൾ ഗിയർ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിലൊരു ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴോട്ട് മാറിക്കഴിഞ്ഞാൽ ഇതുണ്ടോ ഡ്രൈവ് മോഡ്ക്ക് മാറി. ഇനി നേരെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഒന്ന് മുകളിലോട്ടായി കഴിഞ്ഞാൽ ന്യൂട്രായി, ഒന്നും കൂടെ മുകളിലോട്ടായി കഴിഞ്ഞാൽ റിവേഴ്സായി. റിവേഴ്സൊക്കെ മാറുന്നതോടുകൂടി കണ്ടോ റിവേഴ്സ് ക്യാമറയൊക്കെ നല്ല അടിപൊളി ക്ലാരിറ്റിയോടുകൂടി. ഇപ്പോൾ നട്ടപ്പാതിരാക്കാണ് ഇപ്പോൾ നിങ്ങൾ ഈ റിവേഴ്സ് ക്യാമറ കാണുന്നത്. നമ്മൾ ഓഫീസിൻ്റെ ഉള്ളിൽ വരെ കാണുന്നുണ്ട്. അടിപൊളി ക്ലാരിറ്റിയാണ്. ഇനിയിപ്പോൾ റിവേഴ്സിലുള്ള വണ്ടി ഒറ്റയടിക്ക് നമുക്ക് പാർക്കിംഗ് ഗിയർക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പി എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാർക്കിംഗ് ഗിയർക്ക് മാറും ചെയ്തു. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ് ഈ ഒരു BMW 5 സീരീസിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്കാണ്. ഇതിപ്പോൾ പാർക്കിംഗ് ബ്രേക്ക് ഓണാണ്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിലീസായി. അതേപോലെ നമ്മൾ മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഓണാവും ചെയ്തു. അപ്പോൾ നമുക്കിത് റിലീസ് ചെയ്യാം. പിന്നെ ഈ ഒരു ബട്ടണുകൾ കണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻസൊക്കെ വന്നിട്ടുള്ളത് നമ്മളെ ഡിസ്പ്ലേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മൾട്ടിമീഡിയ, റേഡിയോ, ടെലിഫോണ്, നാവിഗേഷന്, കോണ്ടാക്റ്റ് ഇതൊക്കെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇത് തിരിക്കലാണ് സംഭവം. ഇതിവിടെ ഇങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ മാറ്റാൻ പറ്റും. അതേപോലെ ഇപ്പം നമുക്ക് വെഹിക്കിൾ ഇൻഫർമേഷൻ അതിൽ കൊണ്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് വെഹിക്കിളിൻ്റെ സ്റ്റാറ്റസ്, എന്താണ് സർവീസിനായിട്ടുണ്ട്, വെഹിക്കിൾ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം നമുക്ക്. ഇതാണ്ടോ എന്താണ് ഇതിൻ്റെ വെഹിക്കിൾ സ്റ്റാറ്റസ്, എൻജിൻ ഓയിൽ ലെവൽ ഓക്കെയാണ്. അതേപോലെ ഫ്ലാറ്റ് ടയർ മോണിറ്റർ, അതിൻ്റെ എല്ലാ ഇതുണ്ടോ സർവീസ് റിക്വയർമെൻറ്റ്, എല്ലാ ചെക്ക് കൺട്രോൾ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഈ വണ്ടീൻ്റെ നമുക്ക് എന്ത് ചെയ്യാം ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എല്ലാ സെറ്റപ്പും ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസാണ് ഈ വന്നിട്ടുള്ളത്. ഒറ്റയടിക്ക് നമുക്ക് മെനുക്ക് പോകാൻ പറ്റും, അതേപോലെ മീഡിയക്ക് പോകാൻ പറ്റും. അതിനൊക്കെ ഇവിടെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡിസ്ക് കാര്യങ്ങളൊന്നുമില്ല മ്യൂസിക് ഇടാൻ. പിന്നെ BMW 5 സീരീസിൽ വന്ന മ്യൂസിക് സിസ്റ്റം കിഡു എന്ന് പറഞ്ഞാൽ കിഡുവാണ്. അതേപോലെ ഇതാണെങ്കിൽ ഇവിടെ ഒരുപാട് ബട്ടൺസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ AC-ൻ്റെ കൺട്രോൾ യൂണിറ്റുകളാണ്. അതേപോലെ ഇത് നമ്മളെ സ്റ്റീരിയോൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ഇതിലിപ്പോൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. എൻ്റെ കൈ ഇങ്ങനെ ഓടിക്കുമ്പോൾ കൺട്രോൾ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ മാറുന്നത് 1 2 3 അറിയുമ്പോൾ ഇതാണ്ടോ, ഇത് ഓരോ ബട്ടണ് നമുക്ക് ഓരോ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ്ടോ ഈ സ്വിച്ചിലൊക്കെ നമ്മൾ കൈ ഓടിക്കുമ്പോൾ നമുക്ക് ഇതിലൊക്കെ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇവിടെ ഒന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കണ്ടോ എൻ്റെ കൈ പോകുമ്പോൾ 2 പോകുമ്പോൾ 2 3 4 പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇത്തരം ഫീച്ചർ കാര്യങ്ങളൊക്കെ ഈ ഓപ്ഷനിൽ വരുന്നുണ്ട്. ഒട്ടനവധി ഫീച്ചേഴ്സ് ആട്ടോ. പിന്നെ സ്റ്റിയറിങ്ങിലോട്ട് വരുമ്പോഴേ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആവേശം കയറും. പെഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് ഒരു കിടിലൻ ലുക്കിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ആണ്. ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം, ഏത് രീതിയിലും ഏതൊരാൾക്കും കംഫർട്ടായിട്ട് ഓടിക്കാനുള്ള രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കേട്ടോ സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെമ്മറി ഫങ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ഓപ്ഷൻസ് ഒന്നും ഇപ്പോൾ നിങ്ങളെ കാണിക്കണ്ട. പിന്നെ BMW-ൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ കൊടുത്ത മെറ്റീരിയലുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ AC-ൻ്റെ ഈ ഒരു ഭാഗത്ത് വന്ന മെറ്റീരിയലാണെങ്കിലും ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ഇതിമൊക്കെ വന്ന റബ്ബർ പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇത് അധികം വെയിൽ കൊണ്ടായാൽ ഇത് മെൽട്ടാവും. പക്ഷേ ഈ വണ്ടിയിലൊന്നുമില്ല, ഒരു പുതുപുത്തൻ കണ്ടീഷനിൽ തന്നെ ഉണ്ട്. ഞാൻ അധികം BMW-ലും കണ്ടിട്ടുണ്ട്. കുറച്ച് പഴക്കം ചെല്ലുമ്പോൾ ഈ ഒരു പാർട്സുകളൊക്കെ മെൽട്ടായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗം, അതേപോലത്തെ ഈ റബ്ബർ കോട്ടിങ് വരുന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്ന് മെൽട്ടാവാനുള്ള സാധ്യത BMW-ന് കൂടുതലാണ്. ഈ ഒരു വണ്ടിയിൽ ആ ഭാഗങ്ങളൊന്നും കാണാനില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു സെൻട്രൽ കൺസോൾ ആണെങ്കിലും ഈ ഒരു വുഡ് ഫിനിഷിംഗ് ഒക്കെ വന്ന് ബ്ലാക്ക് ആൻഡ് ബേജ് കളറിലൊരു കിഡിലൻ ഇൻറ്റീരിയർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു വലിയൊരു സൺറൂഫ് തന്നെ വന്നിട്ടുണ്ട്. പനോരമിക് സൺറൂഫ് അല്ല, ഒരു നോർമൽ സൺറൂഫ്. അത്യാവശ്യം വലിയൊരു സൺറൂഫ് തന്നെയാണ്. ഇത് നമുക്ക് ഓപ്പൺ ആക്കാം, അതേപോലെ നമുക്ക് ക്ലോസ് ചെയ്യുക. അതൊന്നും ഇപ്പോൾ എടുത്ത് കാണിക്കേണ്ട ഭാഗങ്ങളൊന്നുമല്ല. അതേപോലെ ഈ ഒരു LED ലൈറ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത്. കേട്ടോ, ഒരു ഡയമണ്ട് ലുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റീഡിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓടിക്കാം.
കൂടുതലായിട്ട് പിന്നെ ഇതിന് ഒന്നും കാണിക്കാമല്ലോ. ഇവിടെ ആംറസ്റ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ 2 ഭാഗത്തേക്ക് ഓപ്പൺ ആവും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓക്സ് USB ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കാൻ പോവാണ്. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടു, ഗിയർ മാറ്റി, ഇനി നമുക്ക് ഓടിക്കാം. അയ്യവാ. പിന്നെ നമ്മളേ കിലോമീറ്റർ ഓടിയ വണ്ടിയാണോ പിന്നെ കിലോമീറ്റർ തിരിച്ച വണ്ടിയാണോ ഓട്ടം കമ്മിയുള്ള വണ്ടിയാണോ എന്ന് നമ്മളിതൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സ്റ്റിയറിങ് പിടിച്ച് 2 കിലോമീറ്റർ വണ്ടി ഓട്ടുമ്പോൾ തന്നെ അറിയണോനറിയും ഈ വണ്ടി എത്ര ഓടിയാണ്. അപ്പോൾ ആ ഒരു ഫീൽ, ആ പുതുക്കം വിടാത്ത ഫീല് ഈ വണ്ടിമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കാം. BMW 5 സീരീസ് നമ്മൾ സ്പോർട്ട് മോഡിക്കോ ഇതിലേക്കൊന്നും മാറ്റണ്ട, നോർമൽ മോഡിൽ തന്നെ ഓടിക്കുക. അത്ര രസമുള്ള വണ്ടിയാണ് BMW 5 സീരീസ്. വണ്ടി ഇങ്ങനെ പറന്നു പോവും. അങ്ങനെ പോയാലും വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് പോവില്ല എന്നുള്ളൊരു ഫീലും പാടെ തരുന്നൊരു വണ്ടി തന്നെയാണ് BMW 5 സീരീസ്. ഇന്ന് സ്റ്റിയറിങ് വല്ല ടൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റിയൊരു മോഡലും കൂടിയാണ് BMW 520. ഇനി നേരെ സ്പോർട്ട് മോഡ് കിട്ടാണ്ടല്ലോ, വണ്ടീൻ്റെ സ്വഭാവം തന്നെ മാറും. ഇവിടെ കംഫർട്ട് സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ബട്ടണിൽ തന്നെ മാറ്റാൻ പറ്റും. റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ഇതിപ്പോൾ കണ്ടോ സ്പോർട്ട് മോഡിക്ക് മാറി, അത് നമുക്ക് സ്ക്രീനിൽ കാണിക്കും. സ്പോർട്ട് മോഡിക്ക് മാറുമ്പോൾ വണ്ടീൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ കൊടുത്ത RPM പെട്ടെന്ന് അടിച്ച് കയറും. അങ്ങനെ ഓടിച്ച് കാണിക്കാൻ പറ്റിയ റോഡ് ഇവിടെ അല്ല. നമുക്കിവിടെ വളവും തിരിവുകളൊക്കെ ഉള്ള റോഡാണ്. അപ്പോൾ നമുക്കൊരു സേഫ്റ്റി ഒരു 75 സ്പീഡിൻ്റെ ഉള്ളിൽ ഓടിക്കണതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഓടിക്കണത്. വണ്ടി കിടിലം ആ ഒരു ഡ്രൈവിംഗ് ഉണ്ടല്ലോ, ഒരു ആസ്വദിച്ച് ഓടിക്കണത്. അത്തരം ആളുകൾക്കും പറ്റിയൊരു മോഡലാണ് ഈ ഒരു വാഹനം. പിന്നെ അധികം നമ്മൾ വളവൊക്കെ ഒടിച്ചിപ്പോൾ നല്ലൊരു വളവാണ് ഈ ഒടിച്ചെടുത്താലും ആ ഒരു ബോഡി റോളിങ്ങോ വണ്ടീൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാരറിയില്ല. ഉള്ളിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് വിട്ടൊരു പോക്ക്, ആ പോക്കൊന്നും ഉണ്ടാവില്ല. നമുക്ക് അടിപൊളിയായിട്ട് ഓടിച്ച് ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡൽ വാഹനം കൂടിയാണ് BMW 5 സീരീസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ ഈ വണ്ടിൻ്റെ വില എത്രയാണെന്ന്. ഈ ഒരു വണ്ടിൻ്റെ വില ലേശം കൂടുതലാണ്, വിലപ്പാകത്തിൽ ഒരിക്കലും കിട്ടൂല. ഇതൊരു മോഹവിലക്ക് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം വന്ന് വാങ്ങിയാൽ മതി. ഇത് അതർ സ്റ്റേറ്റ് രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള കിലോമീറ്റർ ജെന്യൂനിലുള്ള 16,000 കിലോമീറ്റർ കറക്റ്റ് ഓടിയ ഒരു വാഹനം കൂടിയാണ്. ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇത് വാങ്ങിക്കാൻ വരുന്ന ആൾക്ക് 100% ഗ്യാരണ്ടിയിൽ തന്നെയാണ് നമ്മൾ തരിക. കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെ ഇപ്പോൾ എത്ര ലോ കിലോമീറ്റർ ഓടിയ വണ്ടി. ഓരോ ആളുകളും പല ക്യാരക്ടറിലെ പല സ്വഭാവമില്ല പല ഉപയോഗമുള്ള ആളുകളാണ്. ഇതെടുത്ത ആൾക്കാർക്ക് ചിലപ്പോൾ തീരെ ഉപയോഗമില്ലാത്ത ആൾക്കാരാവും. അതുകൊണ്ടാവും ഈ കിലോമീറ്ററിൽ ഈ വാഹനം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 36 ലക്ഷം രൂപയാണ് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ അപ്ഡേഷനും ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. ഈ വീഡിയോയിൽ എന്തെങ്കിലും ലാഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അധികം വൈകാതെ കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വരും വീഡിയോസിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ഈ വീഡിയോ ഇതുവരെ കണ്ട, ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.